ഹായ്. അപ്പം നമ്മൾ അന്നൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് അറിയാം ഈ വീഡിയോ ചെയ്തത്. ഒരു മുരടിച്ച മുളക് കാണിച്ചു തന്നില്ലായിരുന്നോ? എന്നിട്ട് അതിന് നമ്മളൊരു വളം ചെയ്തു. വെണ്ണീരും പുളിപ്പിച്ച് വെച്ച കഞ്ഞിവെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇലയ്ക്കടിയിൽ തളിച്ചു കൊടുത്താൽ ഇതിൻ്റെ മുരടിപ്പൊക്കെ മാറിയിട്ട് നല്ല കായ്ഫലം ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ അത് ശരിയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ ആ മുളക് ചെടി. അപ്പോൾ ഇത് മൊത്തം മുരടിച്ച് വല്ലാണ്ടായി പോയിരുന്നു. ഇലയൊക്കെ മഞ്ഞച്ച് കായൊക്കെ ഇങ്ങനെ ഉണങ്ങി വാടി പോവായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇത് നോക്കി ഇതിൻ്റെ വലിപ്പം നോക്കി കേട്ടോ. ഇത് വലിയ കാന്താരിയാണ് കണ്ടോ. ഇത് വലിയ കാന്താരിയാണ്. ഇതിൻ്റെ ചെറിയ കാന്താരി ഞാൻ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ചെറിയ കാന്താരി. വലിയ കാന്താരി ഇത് നോക്കി അതിൻ്റെ വലിപ്പ വ്യത്യാസം നോക്കിയതാ കണ്ടോ. ഇത് വലിയ കാന്താരി, ഇത് ചെറിയ കാന്താരി. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം കുറേ ഇതൊന്ന് പറിക്കാനുണ്ട്. നമ്മൾ ആ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞവരാണ് കേട്ടോ ഈ ചെടി ഉഷാറായത്. അപ്പോൾ ഇതിന് പുറമെ മറ്റെന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് അറിയാവുന്നവർ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. കണ്ടോ ഇതാണ് വലിപ്പം കാന്താരിയുടെ. കണ്ടോ നമ്മുടെ ചെറിയ കാന്താരി ഇതാ. അപ്പോൾ ഞാനിത് പറഞ്ഞ് നമ്മുടെ സുജിഷ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞ് അവൾ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അവൾ ഇത് കണ്ടിട്ടാണെങ്കിൽ അവളുടെ ചെടിക്ക് മാറ്റം ഉണ്ടോ എന്നൊന്നിതിൽ കമൻറ്റ് ഇടണം കേട്ടോ. എന്നാലും നമ്മൾ പറഞ്ഞു തന്നത് ഒരാൾ ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്നറിയാൻ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ. ഇതോ ഇനിയും കുറേ ഉണ്ട് കേട്ടോ. നമുക്കിതാ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇങ്ങനെ മുളകിന് മുരടിപ്പുള്ളവരൊക്കെ ഇത് ചെയ്ത് നോക്കിയാൽ തീർച്ചയായും ഫലം കാണും കേട്ടോ. നമ്മൾ സാധാ കഞ്ഞിവെള്ളവും ചാരും മാത്രമാണ് കേട്ടോ. ഇത്രയല്ല ഇനിയുണ്ട്, ഞങ്ങൾ പിന്നെ പറിച്ചോളാം. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഒരു ചെറിയ കാന്താരിക്ക് പകരമാണ് ഇത് ഈ ഒന്ന് വലുത്. നമുക്കിത് നമ്മൾ കടയിൽ നിന്ന് ഒരു പച്ചമുളക് വാങ്ങേണ്ട ആവശ്യം ഇതുവരെ വന്നിട്ടില്ല. ഉണ്ടമുളക് ഉണ്ട് കേട്ടോ, അതിനെന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അതൊന്നൊന്ന് ട്രീറ്റ് ചെയ്യണം. എന്നിട്ട് ഉണ്ടമുളക് ഉണ്ടാവുന്നത് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ബൈ.